ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് ക്യാബേജ് തോരനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ക്യാബേജിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് മുറിച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം തന്നെ അത് നന്നായിട്ട് കഴുകി അതിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതിന് ചെറുതായി മുറിച്ചെടുക്കും. കുനുകുനെ മുറിച്ചെടുക്കണം. നന്നായിട്ട് ചെറുങ്ങനെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതാ ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മുറിച്ചെടുത്തിട്ട് വരാം. ഇതാ ക്യാബേജൊക്കെ ഞാൻ മുറിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ഞാനൊരു സവാള കൂടി ചേർക്കുന്നുണ്ട്. ക്യാബേജിൻ്റെ കൂടെ ഒരു സവാളയും കൂടി മുറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെ സവാള ചേർക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ അതൊക്കെ മുറിച്ച് വെച്ചു, ക്യാബേജൊക്കെ മുറിച്ച് വെച്ചു. ഇനിയിപ്പോൾ പുളിശ്ശേരി കടുക് പൊട്ടിക്കാനാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതാ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു, കുറച്ച് കടുക് ചേർത്തു, പിന്നെ കുറച്ച് ഉലുവയും. നേരത്തെ വേവിച്ച് വെച്ചതായിരുന്നു കഷ്ണങ്ങളൊക്കെ. അതൊന്നും കൂടി വെള്ളം ചേർത്ത് തിളപ്പിച്ചിട്ട് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയാവും. അപ്പോൾ ഇതാ അരപ്പൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുവെക്കുന്നുണ്ട്. കടുക് പൊട്ടി ഇത് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കും. കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളക്കണം. ആ കഷ്ണവും ഒഴിച്ചെടുത്ത വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളക്കുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളും കല്ലുപ്പ് ഉപയോഗിക്കാറില്ലേ എന്ന് പറയണേ. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി കുറച്ച് കുറവുണ്ടായിരുന്നു, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി നന്നായി തിളച്ച് വരണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും ഒക്കെ അരച്ച് വെച്ചതാണ്. കുറച്ച് തൈരും ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ച് അരച്ചതാണ് അരപ്പിൽ. അപ്പോൾ അതാ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് തിള വന്നാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ കറി ഇവിടെ റെഡിയാവും. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പുളിശ്ശേരി മതി. ഇനിയിപ്പോൾ ഇതാ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാൻ കഴിയുക ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കും. ഉഴുന്ന് പരിപ്പ് കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ച ക്യാബേജും സവാളയൊക്കെ ചേർത്ത് കൊടുക്കും. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എണ്ണയിലൊന്ന് വഴറ്റണം. അതിനുശേഷം അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം കുറച്ച് മാത്രമേ ഒഴിക്കണ്ടൂ. അതിൽ ക്യാബേജിൽ തന്നെ ഒരുപാട് വെള്ളം ഉണ്ടാവും, അപ്പോൾ കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കണ്ടൂ. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയും ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം വറ്റുമ്പോഴാണ് തേങ്ങ ചേർത്തത്. അപ്പോൾ നമ്മളെ ക്യാബേജൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കാന്താരിയും കൂടെ മുറിച്ചിട്ടിട്ടുണ്ട്. കാന്താരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോറുണ്ണാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എന്തൊക്കെയാണെന്ന് നോക്കാം. ചോറ്, പുളിശ്ശേരി, ക്യാബേജ് തോരൻ, മീൻ കറി.